വെൽക്കം. മൺഡേ ആണ്. കഴിഞ്ഞ ആഴ്ചയുടെ ഒരു വീക്ക് ഓഫ് ഉണ്ട്. സോ അങ്ങനെ മൺഡേ ജസ്റ്റ് നമ്മുടെ പുഴയ്ക്കര പോയി ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വിചാരിച്ചു. ഇതാണ് പുഴയ്ക്കര ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് റെയിൽവേ പാലമൊക്കെ ആ സൈഡിൽ കൂടെ കാണാൻ പറ്റും. ഇതിന്റെ ഒരു സൈഡില് ഇങ്ങനത്തെ ഒരു പുഴയും അതിന്റെ അടുത്ത സൈഡിലെന്ന് പറയുന്നത് കടലുമാണ്. അപ്പോൾ കടലും കായലും കൂടെ ഒന്നിക്കുന്ന ഒരു സ്ഥലമാണ് അത്. സോ പുഴയ്ക്കര ബീച്ച് ഒരുപാട് ഫേമസ് ഉള്ള സ്ഥലമാണ്. ഏകദേശം നമ്മുടെ ഇന്ത്യയിൽ 16ാമത്തെ പൊസിഷനിലുള്ള ഒരു ബീച്ചാണ് എന്ന് പറയുന്നത്. അറബിക്കടലിന്റെ ഫ്രണ്ട് സൈഡില് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ പരവൂർ മുനിസിപ്പാലിറ്റിക്ക് അകത്ത് വരുന്ന ഒരു സൗത്ത് വെസ്റ്റേൺ, ഒരു കൊല്ലത്തിന്റെ സൗത്ത് വെസ്റ്റേൺ കോസ്റ്റൽ റീജിയൻ ആണ് ശരിക്കും ഈ പരവൂർ ബീച്ച് എന്ന് പറയുന്നത്. ഒരുപാട് പേര് ഇവിടെ ഈ ഫൈബർ വെള്ളത്തിലൊക്കെ, ഫൈബർ ബോട്ടിലൊക്കെ നമ്മൾ മീൻ പിടിച്ച് ഉപജീവനം നടത്തി ജീവിക്കുന്നവരുണ്ട്. ഇതൊക്കെ ഉണക്ക മീനും കാര്യങ്ങളുമാണ്. ആ അവർ തന്നെ ഉണക്കി വിൽക്കുന്നതാണ് ഇതെല്ലാം. ഈ ഭാഗത്തിന് രണ്ട് സൈഡിൽ നമ്മൾ പോയാലും ഇത് കാണാൻ കഴിയും. അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള സ്ഥലം തന്നെയാണ്. പക്ഷെ ഇവിടുന്ന് കൊല്ലത്തേക്ക് പോകുന്ന റൂട്ടുണ്ട്. ശരിക്കും ഭയങ്കര ഡേഞ്ചറസ് ആണ്. നമ്മുടെ കൊല്ലം എം പി മിസ്റ്റർ MK പ്രേമേന്ദ്രന്റെ കീഴിലുള്ള സ്ഥലമാണ്. അദ്ദേഹം കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ശരിയാക്കി തരണമെന്ന് അപേക്ഷിക്കുന്നു. ഇവിടുന്ന് നേരെ ഓപ്പോസിറ്റ് ഉള്ള വഴിയാണ് പറഞ്ഞത്. ഞാൻ എന്തായാലും വീഡിയോ ഒന്നും എടുത്ത് കാണിക്കുന്നില്ല. ഈ രണ്ട് ഭാഗത്ത് വന്നാലും മോർണിംഗ് ഒരു 6:37 തൊട്ട് ഇവിടെ ഫ്രഷ് മീനുകൾ, കായൽ മീനും ഉണ്ട് ഒരു സൈഡിൽ. നമ്മൾ ഈ ഇടതുവശത്ത് കാണുന്ന ആ ഒരു സ്ഥലം കായലാണ്. ആ കായലിൽ നിന്നുള്ള നല്ല ഫ്രഷ് മീനും ഉണ്ട്. ഇപ്പുറത്ത് കടലും ഉണ്ട്. അവിടെ നിന്നും നല്ല ഫ്രഷ് മീനുകൾ കിട്ടും. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് വാങ്ങുകയും വേണം. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ മറ്റേ ഫോർമാലിനിട്ട കെട്ട മീനൊക്കെ വിൽക്കുന്നുണ്ടെന്നുള്ള ന്യൂസൊക്കെ ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് വാങ്ങുക. പിന്നെ ഇതാണ് ഇതിന്റെ ഫ്രണ്ടിലത്തെ മീൻ പിടിക്കുന്ന പ്ലേസ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും ലൈവായിട്ട് നമുക്ക് മീൻ അവര് ബോട്ടിൽ പിടിച്ചോണ്ട് വരുന്നതും അത് ഇറക്കുന്നതും ആ വലയിൽ നിന്ന് ഓരോ മീനുകൾ എടുത്ത് തറയിലിട്ട് അത് വിൽക്കുന്ന രീതി നമുക്ക് ലൈവായിട്ട് കാണണമെങ്കിൽ പുഴയ്ക്കര ബീച്ച് വന്നാൽ മതി. വലിയ ആൾത്തിരക്കും ഒന്നുമില്ല. കാരണം വലിയ ഹാർബറും ഒന്നും അല്ലല്ലോ. ഇപ്പം കൊല്ലം ഹാർബർ ആയാലും മുതലപ്പുഴി അങ്ങോട്ട് പോകുന്ന ഹാർബർ ആയിരിക്കും ഭയങ്കര വലുതാണ്. അവിടെ നമുക്കൊരു എൻട്രിക്ക് വരെ അവർ ക്യാഷ് നമ്മൾ കൊടുക്കേണ്ടി വരും. ഭയങ്കര ഒരു ഗുണ്ട തരത്തിലുള്ളൊരു പ്രവർത്തനമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടേക്ക് ആകുമ്പോൾ കുറച്ച് ശാന്തതയാണ്, അധികം ആൾക്കാരില്ല. നമുക്ക് രാവിലെ വന്നു കഴിഞ്ഞാൽ ശരിക്കും അതായത് കണ്ടോ ആ ഫൈബർ വെള്ളത്തിൽ കടലിൽ രാത്രി പോയിട്ട് രാവിലെ മീനൊക്കെ ആയിട്ട് തിരിച്ചു വന്നിട്ട് ആദ്യം നിന്ന് മീൻ എടുക്കുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ടൊന്നും അവരുടെ അടുത്ത് ചോദിച്ചിട്ടില്ല ഇതിന്റെ കാര്യങ്ങളെപ്പറ്റി. ഒരു ചെറിയൊരു കൂട് നിറച്ച് നമുക്ക് 10, 100, 150, 200 പല റേഞ്ചിൽ നമുക്ക് മീൻ മേടിക്കാം. ചെറുതും വലുതും ഒക്കെ ഉണ്ട്. ഇപ്പം അവസാനമൊക്കെ ആകുമ്പോൾ ചെറിയ ചെറിയ മീനുകൾ മാത്രമേ ഉള്ളൂ. വലിയ മീൻ ശരിക്കും രാവിലെ നമ്മൾ 7 മണിക്കൊക്കെ വന്നാൽ കിട്ടും. ഇതൊക്കെ ചെറിയ ചെറിയ മീനുകളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് വലിയൊരു കവറിൽ ഒരു 10, 200 രൂപയ്ക്കൊക്കെ നല്ല മീൻ ഇവിടുന്ന് കിട്ടും. ലൈവായിട്ട് ഫ്രഷ് മീൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പുഴയ്ക്കര ആ സൈഡിലേക്ക് പോയാൽ മതി. രാവിലെ 7 മണി തൊട്ട് നിങ്ങൾക്ക് നല്ല മീൻ അവൈലബിൾ ആണ്. പിന്നെ ഇത് കാണാൻ ഇഷ്ടമുള്ളവർക്ക് ജസ്റ്റ് പോയി കാണുകയും ചെയ്യാം. എനിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇവർ ഈ ചെയ്യുന്ന കാര്യങ്ങൾ കാണാനും ഇവിടെ വരാനും. ഇത് നമ്മുടെ കാപ്പിലാണ്, അതിന്റെ സൈഡിൽ കൂടെ ഉള്ള റൂട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഒട്ടും യൂസ് ചെയ്യാത്ത ഒരു ടൂറിസം എന്ന രീതിയിൽ എല്ലാ പൊട്ടൻഷ്യലും ഉണ്ട്. പക്ഷെ യാതൊരു വിധത്തിലും ഒരു യൂസും ചെയ്യാത്തൊരിടമായിട്ട് ഇത് മാറിക്കഴിഞ്ഞു. കാരണം ഇപ്പൊ നമ്മൾ നോക്കിയാലും ഇവിടെ പാർക്ക് ചെയ്തേക്കുന്ന പല വണ്ടിയും തമിഴ്നാടും കർണാടകയൊക്കെ രജിസ്ട്രേഷൻ ആണ്. അവർക്ക് ഇവിടെ വന്ന് ഇരിക്കാനോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു നാരങ്ങ വെള്ളം കുടിക്കാനുള്ള സൗകര്യം പോലും ഈ സൈഡിലെങ്ങും ഇല്ല. അതുപോലും നമ്മുടെ ഗവൺമെന്റിനെ കുറ്റം പറയുന്നില്ല. അടുത്തുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ചെയ്യാമല്ലോ അത്. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഒരാളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഇവിടെ ഏറ്റവും സ്പോട്ടാണ്, പ്രൈം സ്പോട്ട്. അതായി കണ്ടോ, ഈ കായലും ആ കടലും കൂടെ ആ ഭാഗത്ത് ഒന്നിക്കും. കാപ്പിലിന്റെ ആ ഭാഗത്ത് കണ്ടോ, ആ തിരമാല അടിക്കുന്നത് ശരിക്കും കായലിന്റെ സൈഡിലേക്കാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ സ്ഥലമാണിത്. രാത്രിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ